ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സ്മോൾ മോഡുലാർ റിയാക്ടർ, മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്ക്, പുസ 2090, എൽസെറ്റ് എക്സ്പെരിമെൻറ്റ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് നേപ്പാൾ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് അല്ലെങ്കിൽ SMRനെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് റഷ്യ ഇതിനകത്ത് ഇന്ത്യയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെ ഇതിനകത്തുള്ള പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ റഷ്യ ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഈ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് US ഇന്ത്യയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് താല്പര്യം കുറച്ച് കാലം മുമ്പ്, ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുമായിട്ട് നെഗോസിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെയുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. ഇപ്പോൾ നോർമലി ഉള്ള ന്യൂക്ലിയർ റിയാക്ടറുകളുടെ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു അഫെയറാണ്. ബില്യൺസ് ഓഫ് റുപ്പീസ് ആവശ്യമുള്ള വലിയ രീതിയിലുള്ള മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള എനർജി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊന്നും ഒരുപാട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കാണാത്തതിൻ്റെ ഒരു റീസൺ ഇതാണ്. കാരണം ഇതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ അതേസമയം ഈ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് അല്ലെങ്കിൽ SMRകൾ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് വളരെ ചെറിയ റിയാക്ടേഴ്സ് ആണ്. ഇതിൻ്റെ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കുറവായിരിക്കും. ഓക്കെ, ഒരു 30 മെഗാവാട്ട് തൊട്ട് 300 മെഗാവാട്ട് വരെയുള്ള പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള റിയാക്ടറുകളാണ്, ചെറിയ റിയാക്ടറുകളാണ് സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ അല്ലെങ്കിൽ SMRകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറവാണ്, ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് സ്മോൾ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി എന്തുകൊണ്ട് ഇതിനെ മോഡുലാർ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇൻസൈറ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. അതായത് ആ റിയാക്ടർ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് റിയാക്ടർ സ്ഥാപിക്കാൻ പോകുന്നത് അവിടെ വെച്ചിട്ടാണ് ഈ റിയാക്ടർ ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോഡുലാർ ഡിസൈനുള്ള അല്ലെങ്കിൽ മോഡുലാർ ഫാഷനിലുള്ള റിയാക്ടറുകളാണ്. അതായത് ഇത് പാർട്ടുകളായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിഫറെൻറ്റ് വർക്ക്ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ സൈറ്റുകളിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടുകൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് പാർട്ടുകൾ എന്ന് പറയുന്നത് സ്മോൾ പാർട്ടുകളല്ല, അത്യാവശ്യം സൈസബിൾ ആയിട്ടുള്ള പാർട്ടുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് സൈറ്റിൽ കൊണ്ടുവന്നിട്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സൈറ്റിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അസംബിൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രൊഡക്ഷൻ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഫാസ്റ്റ് പേസിൽ ഇത്തരത്തിലുള്ള റിയാക്ടറുകൾ നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന റിയാക്ടറുകളാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാർബൺ എമിഷനൊക്കെ കുറക്കാനും മറ്റേ ഇന്ത്യയുടെ എനർജി നീഡ്സ് മീറ്റ് ചെയ്യാനൊക്കെ ഇത് വലിയ രീതിയിൽ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ലോകത്തിലുള്ള മറ്റുള്ള റിയാക്ടറുകൾ പോലെ തന്നെയാണ് ഇതിൻ്റെ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ സ്മോൾ മോഡുലാർ റിയാക്ടറുകളുടെ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവലും ഇപ്പോൾ ഈ സാധാരണഗതിയിൽ യുറേനിയം പോലുള്ള സാധാരണഗതിയിലുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ടെക്നോളജിക്കകത്തൊന്നും ഡിഫറൻസ് ഇല്ല. ഇതിൻ്റെ സൈസിനകത്തും ഇത് ബിൽഡ് ചെയ്യുന്ന രീതിയിലും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജും ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിനകത്തുള്ള ഒരു ജമാലി കമാലി മോസ്ക് എന്ന് പറയുന്ന ഒരു സൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 4 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് ഡൽഹിയിലെ മെഹ്റോളി എന്ന് പറയുന്ന പ്രദേശത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ പാർക്കാണ്. ഇപ്പോൾ ഡൽഹിനെ നമ്മൾ വിളിക്കാറുള്ളത് ഏകദേശം ഒരു 7 മെഡീവൽ സിറ്റീസ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയും. അപ്പോൾ ആ ഡൽഹിയിലെ 7 മെഡീവൽ സിറ്റീസിൽ ഒന്നാണ് ഈ പറയുന്ന മെഹ്റോളി നാഷണൽ പാർക്ക് നിലനിൽക്കുന്ന ഈ മെഹ്റോളി എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഈ കുത്തബ് മിനാറിനും അതുപോലെ തന്നെ കുത്തബ് കോംപ്ലക്സിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന തൊട്ടടുത്ത ദൂരത്താണ് ഈ കുത്തബ് മിനാറൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 100ഓളം ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ് ഏകദേശം 12ാം നൂറ്റാണ്ട് തൊട്ട്, അതായത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടം തൊട്ടുള്ള ഏകദേശം 100ഓളം ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ് ഈ മെഹ്റോളി നാഷണൽ പാർക്ക് ആർക്കിയോളജിക്കൽ പാർക്കിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയപ്പെടുന്ന ഐക്കോണിക് ആയിട്ടുള്ള 2 ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത്, ഒന്ന് മുഹമ്മദ് ഖുലി ഖാൻ്റെ ടോംബാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ശവകുടീരാണ്. 2 ബ്രിട്ടീഷ് സിവിൽ സർവൻ്റ് ആയിരുന്ന മെറ്റ്കാഫെ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബോട്ട് ഹൗസ് ഇവിടെ ഈ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിനകത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ നാഷണൽ പാർക്കിനകത്ത് ഈ ആർക്കിയോളജിക്കൽ പാർക്കിനകത്ത് പ്രധാനമായിട്ടുള്ളത് തോമ്പുകൾ, അതുപോലെ തന്നെ മോസ്കുകൾ, സ്റ്റെപ്പ് വെൽസ്, അതുപോലെ തന്നെ മറ്റുള്ള ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷേ പ്രധാനമായിട്ടും ഈ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പുസ 2090 എന്ന് പറയുന്ന ഒരു ഹൈ ഈൽഡ് റൈസ് വെറൈറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്തൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്ന, ഇപ്പോൾ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലേക്ക്, എസ്പെഷ്യലി ഡൽഹി പോലുള്ള മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള എയർ ക്വാളിറ്റി ഡിറ്റീരിയറേഷന് കാരണമാകുന്നൊരു സംഭവമാണ് ഈ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ കേർട്ടെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ വാട്ടർ യൂസേജ് കുറക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പുതിയൊരു റൈസ് വെറൈറ്റിയാണ് ഈ പറയുന്ന പുസ 2090 എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുസ 44 എന്ന് പറയുന്ന റൈസ് വെറൈറ്റി ഉണ്ട്. അതിൻ്റെ പല ബെനിഫിറ്റ്സും ഉള്ള, എന്നാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇല്ലാത്ത ഒരു റൈസ് വെറൈറ്റിയാണ് ഈ പുസ 2090 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ പ്രതീക്ഷ വെക്കുന്ന, ഇപ്പോൾ ഉള്ള ഈ സ്റ്റബിൾ ബേണിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഈ പുസ 44 എന്ന് പറയുന്ന റൈസ് വെറൈറ്റിനെ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതകളുള്ള ഒരു റൈസ് വെറൈറ്റിയാണ് ഈ പുസ 2090. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുസ 2090 എന്ന് പറയുന്ന വെറൈറ്റിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന പുസ 44 എന്ന് പറയുന്ന റൈസ് വെറൈറ്റി ഉണ്ട്. ആ റൈസ് വെറൈറ്റിയുടെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് ഈ പുസ 2090 എന്ന് പറയുന്നത്. അതായത് ഈ പുസ 44 പോലെ തന്നെ ഈ പുസ 2090യും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ IARI ആണ്. ഓക്കെ. അപ്പോൾ ഈ പുസ 44ഉം അതുപോലെ തന്നെ CB501 അല്ലെങ്കിൽ 501 എന്ന് പറയുന്ന ഒരു ഏർലി മെച്യൂറിംഗ് ആയിട്ടുള്ള ജാപ്പോണിക്ക റൈസ് ലൈൻ ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇത് രണ്ടിനെയും കൂടി ക്രോസ് ചെയ്തിട്ടാണ് ഈ പുസ 2090 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പുസ 2090യുടെ മെച്ചുറേഷൻ പീരീഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രോപ്പിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 120 തൊട്ട് 125 ദിവസം വരെയാണ്. അതായത് ഏകദേശം ഒരു 4-4.5 മാസം മാത്രമാണ് ഇതിൻ്റെ മെച്യൂർ ചെയ്യാനുള്ള പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ 44ൻ്റെത് മെച്ചുറേഷൻ പീരീഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതാണ്. ഒരു 155 തൊട്ട് 160 ദിവസം വരെയാണ് ഈ പുസ 44ൻ്റെ മെച്ചുറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 1.5 മാസത്തോളം കുറവാണ് ഈ പറയുന്ന പുസ 2090യുടെ മെച്ചുറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഈൽഡ് കർഷകർക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മെച്ചുറേഷൻ പീരീഡ് ഷോർട്ട് ആയതുകൊണ്ട് തന്നെ, ഇപ്പോൾ നോർമലി നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ഡിഫറെൻറ്റ് ക്രോപ്പിംഗ് സീസൺസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അവർ നോർമലി ചെയ്യുക, ഈ ഒരു ജൂൺ മാസത്തൊക്കെ ആകുമ്പോഴേക്കും ഈ റൈസ് പ്ലാന്റ് ചെയ്യും. അത് ഈ പുസ 44ൻ്റെ കേസിലാണെങ്കിൽ ഒരു ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ മെച്ചുറേഷൻ പീരീഡ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും അവർ ഈ റൈസ് ഹാർവെസ്റ്റ് ചെയ്യും. നവംബർ ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ നവംബർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് അതേ സ്ഥലത്ത് അവിടുത്തെ വിൻ്റർ ക്രോപ്പ് ആയിട്ടുള്ള വീറ്റ് അവിടെ വിതയ്ക്കേണ്ട സമയമാവും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഈ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള, അതായത് ഈ റൈസിൻ്റെ സ്റ്റബിൾ മാനേജ് ചെയ്യാനുള്ള ടൈം പീരീഡ് അവർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റബിൾ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കാനും വീറ്റ് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് സ്റ്റബിൾ ബേണിംഗ് ആണ്. അതാണ് ഈ ഡൽഹിയിലൊക്കെ ക്ലൈമറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിന്, അല്ലെങ്കിൽ ഈ പറയുന്ന എയർ ക്വാളിറ്റി ഡിറ്റീരിയറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ 2090യുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മെച്ചുറേഷൻ പീരീഡ് കുറവായതുകൊണ്ട് തന്നെ ഈ റൈസ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റബിൾ ബേൺ ചെയ്യാതെ അത് മാനേജ് ചെയ്യാനുള്ളൊരു വിൻഡോ, ഒരു ഗ്യാപ്പ് ഇവർക്ക് കിട്ടും. ഓക്കെ. അതായത് ഈ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, വീറ്റ് സോ ചെയ്യുന്നതിന് മുമ്പായിട്ട്
ഒരു ഗ്യാപ്പ് ഇവർക്ക് കിട്ടും. അപ്പോൾ ഈ സ്റ്റബിൾ ബേണിംഗ് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ അതേസമയം ഇതിൻ്റെ മെച്ചുറേഷൻ പീരീഡ് കുറവാണെങ്കിലും ഈ പുസ 44 എന്ന് പറയുന്ന ഹൈ ഈൽഡ് വെറൈറ്റിയുടെ സെയിം ഈൽഡ് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള വിളവ് ഇത് നൽകും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു എക്സ്പെരിമെൻ്റൽ ബേസിസിലാണ് ഈ പുസ 2090 ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹി, ഒഡീഷ പോലുള്ള റീജൻസിലൊക്കെ ഇതിന് കൾട്ടിവേഷനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഈ പുസ 44 എന്ന് പറയുന്ന ഈ പുസ 2090 പൊട്ടൻഷ്യലി റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ള ഈ പുസ 44 എന്ന് പറയുന്ന വെറൈറ്റിയെക്കുറിച്ചും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് 1993 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റൈസ് വെറൈറ്റിയാണ് പുസ 44 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കർഷകർ ഈ ഒരു വെറൈറ്റിനെ ഈവൻ ദോ നോർമലി ഉള്ള റൈസ് വെറൈറ്റീസിനെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടി ലോങ്ങർ ആയിട്ടുള്ള മെച്ചുറേഷൻ പീരീഡ് ഉള്ളൊരു വെറൈറ്റി ആണെങ്കിലും ഇത് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതൊരു ഹയർ ഈൽഡ് വെറൈറ്റി ആണെന്നുള്ളതുകൊണ്ടാണ്. വലിയ രീതിയിലുള്ള വിളവ് നൽകുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 150 to 160 ഡേയ്സ് ആണ് ഇതിൻ്റെ മെച്ചുറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലുള്ള മറ്റുള്ള റൈസ് വെറൈറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 1.5 മാസം കൂടുതൽ ഇതിന് മെച്ചുറേഷന് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റബിൾ ബേണിങ്ങിന് കാരണമാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുസ 44 കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് നടക്കുന്നത് ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നവംബർ ആകുമ്പോഴേക്കും കർഷകർക്ക് അതേ സ്ഥലത്ത് വീറ്റ് പ്ലാന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഈ സ്റ്റബിൾ മാനേജ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ സ്റ്റബിൾ ബേൺ ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ പുസ 44 ആണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള ഷോർട്ട് വെറൈറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പുസ 44ൻ്റെ സ്റ്റബിളിൻ്റെ സൈസും കൂടുതലായിരിക്കും. അത് നോർമലി ഉള്ള വെറൈറ്റീസിനെക്കാട്ടിലും ഷോർട്ട് വെറൈറ്റീസിനെക്കാട്ടിലും 2% കൂടുതൽ സ്റ്റബിളുള്ള ഒരു വെറൈറ്റിയാണ് പുസ 44 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ ഈ പുസ 2090 എന്ന് പറയുന്ന വെറൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ ഈ പുസ 44 എലിമിനേറ്റ് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയിൽ അഗ്രികൾച്ചർ റിസർച്ച്, എഡ്യൂക്കേഷൻ, എക്സ്റ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാഷണൽ ലെവലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് IARI അല്ലെങ്കിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഡൽഹിയിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ICARൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് IARI വരുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് LZ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ LZ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഡാർക്ക് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു 3ഓളം എക്സ്പെരിമെൻറ്റുകളുണ്ട്. അതിൽ US നടക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ലുക്സ് സെപ്ലിൻ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ LZ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. മറ്റുള്ള 2 എക്സ്പെരിമെൻറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് സെനോൺ NT എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഇറ്റലിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാണ്ട X4T എന്നുള്ള പേരിൽ ചൈനയിലും ഒരു എക്സ്പെരിമെൻ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ഈ ലക്സ് സെപ്ലിൻ അല്ലെങ്കിൽ LZ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ചില കണ്ടെത്തലുകളെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്തൊരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലക്സ് സെപ്ലിൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഡാർക്ക് മാറ്റർ ഡയറക്റ്റ് ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ എക്സ്പെരിമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് US സൗത്ത് ഡിക്കോട്ടയിലുള്ള ഒരു സാൻഫോർഡ് അണ്ടർഗ്രൗണ്ട് റിസർച്ച് ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അവിടെയാണ് ഇതിൻ്റെ ലബോറട്ടറി അല്ലെങ്കിൽ അവിടെയാണ് ഈ എക്സ്പെരിമെൻ്റ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയും അതുപോലെ തന്നെ അവിടുത്തെ ലോറൻസ് ബെർക്ക്ലെ നാഷണൽ ലാബ് എന്ന് പറയുന്ന ഒരു ലബോറട്ടറി ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കീഴിലാണ് അല്ലെങ്കിൽ അവരാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് മാനേജ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഈ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിലുള്ള ടോട്ടൽ മാസിൻ്റെ അല്ലെങ്കിൽ മാറ്ററിൻ്റെ മെജോറിറ്റിയും വരുന്നത് ഈ ഡാർക്ക് മാറ്ററാണ്. ഇത് ബേസിക്കലി ഇതിനെ ഡാർക്ക് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻവിസിബിൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻവിസിബിൾ ആണെങ്കിലും ഈ റെഗുലർ മാറ്റർ പോലെ തന്നെ ഗ്രാവിറ്റി ഒക്കെ ഉള്ള ഒരു സാധനമാണ് ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർമൽ മാറ്റർ പോലെ തന്നെ ഇതിന് മാസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് ഗ്രാവിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ ഫോഴ്സസിലൊന്നാണ് ഗ്രാവിറ്റി. അതൊക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ് ഡാർക്ക് മാറ്റർ. അതർ ദാൻ ദേ ആർ നോട്ട് എമിറ്റിംഗ് ലൈറ്റ്സ്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ നോർമൽ മാറ്റർ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വിസിബിൾ യൂണിവേഴ്സിൻ്റെ ഏകദേശം ഒരു 5 to 15% ആണ്. അത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അതിൻ്റെ കണക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 5 to 15% ആണ് നമ്മുടെ യൂണിവേഴ്സിനകത്തുള്ള റെഗുലർ മാറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ടോട്ടൽ മാസ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്തുള്ള ഗാലക്സീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും
അത് യൂണിവേഴ്സിൻ്റെ ടോട്ടൽ മാറ്ററിൻ്റെ ഒരു 5-15% ഉള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ഒരു 85-95% വരുന്നത്, അതായത് വാസ്റ്റ് മെജോറിറ്റിയും വരുന്നത് ഡാർക്ക് മാറ്റർ ആണ്. അപ്പോൾ ഈ ഡാർക്ക് മാറ്ററിൻ്റെ പ്രസൻസ് പിന്നെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഡാർക്ക് മാറ്ററിനെ ഡിറ്റക്ട് ചെയ്യൽ ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് കൊണ്ട് മാത്രമാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഇത് മറ്റുള്ള പാർട്ടിക്കിൾസുമായിട്ട് വളരെ എക്സ്ട്രീംലി വീക്കായിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സ്പോട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് നേപ്പാളാണ്. സോ നേപ്പാളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നേപ്പാളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഫ്ലഡിങ്ങും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ടും ഹിമാലയൻ റീജിയണലായിട്ട്, അതായത് ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻസിനും ഹിമാലയത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ഈ നേപ്പാളിൻ്റെ സദേൺ ഏരിയാസ്, ടെറായ് എന്ന് പറയുന്ന അവരുടെ ഒരു വാലി റീജിയൻസ് ഉണ്ട്. ഇത് ബേസിക്കലി ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ബാക്കിയുള്ള ഇവരുടെ പഹാഡി റീജിയൻ എന്ന് പറയുന്ന ഈ മലമ്പ്രദേശങ്ങൾ, ഇത് ഹിമാലയത്തിൻ്റെ മേജർ ഏരിയാസ് ആണ്, അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത് ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. സൗത്ത് ഏഷ്യയിലുള്ള ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സാൻഡ്വിച്ച് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഇവരുടെ നോർത്തേൺ ഏരിയ ഏകദേശം കംപ്ലീറ്റ്ലി ചൈനയും ബാക്കിയുള്ള 3 ഏരിയാസും ഇന്ത്യയുമാണ്. ഓക്കെ, സോ ഇതിനകത്ത് ലോകത്തിലുള്ള ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള 10 മൗണ്ടെയിൻ റേഞ്ചസിൽ, മൗണ്ടെയിൻ പീക്കുകളിൽ 8ഉം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നേപ്പാളിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ നേപ്പാളിൽ ഇപ്പോഴത്തെ രീതിയിലുള്ള ജനാധിപത്യമൊക്കെ വരുന്നതിന് മുമ്പ് ഒരു 2000ൻ്റെ തുടക്കം വരെയൊക്കെ നേപ്പാളിൽ ഉണ്ടായിരുന്നത് ഒരു മൊണാർക്കി ആയിരുന്നു, രാജഭരണമായിരുന്നു. ലോകത്തിലെ അവസാനത്തെ ഹിന്ദു മൊണാർക്കിയായിട്ട് കണക്കാക്കപ്പെടുന്നത് അതാണ്. പിന്നെ അതുപോലെ തന്നെ നേപ്പാൾ ഇത്തരത്തിൽ നമ്മൾ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂട്ടിമുട്ടിയിട്ടാണ് നമ്മുടെ ഹിമാലയൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഈ പറയുന്ന പ്ലേറ്റ് മൂവ്മെൻ്റ് ഉള്ള റീജിയനിലാണ് ഇത് കിടക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ എർത്ത് പ്രോൺ ആയിട്ടുള്ളൊരു റീജിയനാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേപ്പാളിൻ്റെ ഈ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പോഗ്രഫി കാരണം, അതായത് ഹിമാലയത്തിൻ്റെ വലിയ പീക്കുകളുണ്ട്, അതുപോലെ തന്നെ അതിനിടയിലുള്ള വാലികളുണ്ട്, പിന്നെ അതിൻ്റെ താഴത്തായിട്ട് ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻസിൻ്റെ ഭാഗമായിട്ടുള്ള ടെറായ് റീജിയനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേപ്പാളിനകത്ത് ഏകദേശം ചെറിയ രാജ്യമാണെങ്കിലും 5 ക്ലൈമാറ്റിക് സോൺസ് നേപ്പാളിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമാറ്റിക് ഡിഫറൻസസ് കാരണം ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഒരു ലാർജ് വെറൈറ്റി ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഉള്ളൊരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അപ്പോൾ നേപ്പാളിൻ്റെ ഈ ഒരു 2 റീജിയൻസ് ഓർത്തിരിക്കുക. ഈ ഹിമാലയൻ റീജിയൻ, ഇവരുടെ മൗണ്ടൈനസ് റീജിയനെ വിളിക്കാറുള്ളത് പഹാഡി റീജിയൻ എന്നാണ്. ഈ കാഠ്മണ്ഡു ഒക്കെ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന നേപ്പാളിലെ മെജോറിറ്റി പോപ്പുലേഷൻ ആയിട്ടുള്ള ഗൂർഖ കമ്മ്യൂണിറ്റിയുടെ ഒരു ഹോം സ്പേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പഹാഡി റീജിയനാണ്. അവരുടെ ഈ പറയുന്ന ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ബീഹാറും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന, ഉത്തർപ്രദേശൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലയാണ് ടെറായ് റീജിയൻ എന്ന് പറയുന്നത്. ഈ ടെറായ് റീജിയനിലാണ് മദേശീസ്, ജൻജാതീസ്, താരൂസ് എന്നൊക്കെ പറയുന്ന കുറച്ചും കൂടി ഇന്ത്യൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, സിവിലൈസേഷനലി കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ എത്നിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.